എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോൺകുട്ടി. ഞാൻ പട്ടാഴി തെക്കേത്തേരി സ്വദേശിയാണ്. ഞാൻ 25 വർഷക്കാലം പ്രവാസിയായിട്ട് ഗൾഫ് നാടിൻ്റെ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ടെക്നിക്കൽ ജോബായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ജോലി ചെയ്തിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സഹോദരൻ മുഖേനയാണ് ഞാനിങ്ങനെ ഗൾഫിലേക്ക് പോകാനായിട്ടൊരു വിസ തരപ്പെടുത്തി തന്നു. അങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യത്തിലേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ ഞാൻ വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ദുബായിലേക്ക് ആണ് ആദ്യം ഞാൻ പോകുന്നത്. അവിടെ നിന്ന് പല ജോലികളും അങ്ങനെ ചെയ്തിരുന്നു. പ്രവാസ ജീവിതം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പക്ഷേ എന്നാലും ജീവിതത്തിൽ പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും സുഖമുള്ള ജീവിതമാണെന്നും ഒക്കെ മനുഷ്യൻ്റെ ധാരണയുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യാസമാണ്. എല്ലാവരുടെയും ജോലിയൊന്നും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷേ പലർക്കും പല രീതിയിലുള്ള പ്രയാസത്തിലൂടെ ആയിരിക്കും മനുഷ്യൻ ജീവിക്കുന്നത്. അതൊക്കെ നമുക്ക് നേരിട്ട് കാണുവാൻ കഴിഞ്ഞു. എന്നാലും എനിക്ക് എൻ്റെ സഹോദരങ്ങളൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് അവരുടെയൊക്കെ സഹായത്താലൊക്കെ എനിക്കൊരു നല്ല ജോലി തരപ്പെടുവാൻ സാധിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് നാൾ അവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. 10 വർഷത്തോളം ആദ്യം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം പിന്നീട് ഞാൻ അവിടുന്ന് നാട്ടിലേക്ക് വിസ തീർത്ത് മടങ്ങിപ്പോർന്നു. ആദ്യമായിട്ട് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ നാടുമായിട്ട് ബന്ധമൊന്നുമില്ല. എങ്കിൽ തന്നെ പരിചയമുള്ള സഹോദരനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കവിടെ പലവിധമായ സഹായങ്ങൾ ലഭിച്ചിരുന്നു. എന്നാലും ഞാൻ അവിടെ ചെന്ന് ഈ ടെക്നിക്കൽ ജോബിൻ്റെ കമ്പനിയിൽ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അവിടുന്ന് ഈ ടെസ്റ്റും ഒക്കെ തന്ന് ആ ടെസ്റ്റൊക്കെ ചെയ്ത് അത് പാസ്സായി അങ്ങനെ അവരെന്നെ ജോലിക്ക് വയ്ക്കുകയാണ്. അങ്ങനെ ഞാൻ ആദ്യം ജോലിക്ക് കയറുന്നത് ഒരു മറൈൻ കമ്പനിയിലാണ്. ഷിപ്പിംഗ്, റിപ്പയറിങ് ആൻഡ് മെയിൻ്റനൻസ് ചെയ്യുന്നൊരു കമ്പനി. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് കയറി. അവിടെ ആദ്യമൊക്കെ ഈ ജോലി അങ്ങനെ ചെയ്തിട്ടില്ല. ഷിപ്പിൻ്റെ ജോലിയൊക്കെ വളരെ പ്രയാസമായിരുന്നു. എന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി. കുറച്ചൊക്കെ ആദ്യം സാമ്പത്തികമായിട്ട് പേയ്മെൻറ്റൊക്കെ കുറവാണെങ്കിലും കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജോലി ലഭിക്കുവാൻ സാധിച്ചു. അങ്ങനെ ആ കമ്പനി വിട്ടു വേറൊരു കമ്പനിയിലേക്ക് കയറുവാൻ സാധിച്ചു. കുറച്ചുകൂടെയൊക്കെ നല്ല സ്ഥിതിയിലേക്ക് വരാൻ തുടങ്ങി. ശമ്പളമൊക്കെ കൂടുതൽ വരാൻ തുടങ്ങി. അങ്ങനെ UAE ഒരു 15 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞാണ് ഞാൻ അവിടുത്തെ പ്രവാസ ഇതിനിടയ്ക്ക് നാട്ടിലേക്കൊക്കെ മടങ്ങി വരുമായിരുന്നു. നാട്ടിലേക്ക് 2 വർഷത്തിലൊരിക്കൽ, ചിലപ്പോൾ വർഷത്തിലൊരിക്കലൊക്കെ നാട്ടിൽ കമ്പനിയുടെ ലീവോട് കൂടി വരുമായിരുന്നു. ക്രിസ്തോസ് മാർത്തോമ ചർച്ച് പട്ടാഴിയിലാണ് എൻ്റെ മെമ്പർഷിപ്പ്. ഞാൻ അതേ കൂടി നടക്കുന്നത്. അവിടെ പിന്നെ ഞാനിവിടെ പള്ളിയിൽ ചുമതലയൊക്കെ ഏറ്റെടുത്ത് ഒക്കെ നടത്തിയിരുന്നു. പിന്നെ ഗൾഫിൽ പോയപ്പോൾ പിന്നെ അതെല്ലാം മുടങ്ങി. അങ്ങനെ വീണ്ടും ഗൾഫിൽ ചെന്നപ്പോൾ അത് ദുബായിയുടെ പ്രദേശത്ത് ചെന്നപ്പോൾ അവിടെ നമ്മുടെ ദേവാലയമൊക്കെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോൾ എല്ലായ്പ്പോഴും ഒന്നും നമുക്ക് ദേവാലയത്തിൽ പോകാൻ സാധിക്കില്ല. എന്നാലും മാസത്തിൽ ഒരിക്കൽ ഒക്കെ നമ്മൾ ദേവാലയത്തിൽ പോകും. അവിടെ മിക്കവാറും വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് അവധി കിട്ടുന്നത്. അന്ന് വെള്ളിയാഴ്ച ആയിരിക്കും അവിടുത്തെ കുർബാനയൊക്കെ നടക്കുന്നത്, ദേവാലയ ശുശ്രൂഷകളൊക്കെ. പിന്നെ അച്ഛനുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെടുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സഹോദരനുമൊക്കെ അവിടെ അവരുടെ വൈദികരൊക്കെ അവിടെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ വളരെ ആത്മീയമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ദേവാലയത്തിൽ പോകാനും പ്രാർത്ഥനകളിലും പള്ളിയിലൊക്കെ സംബന്ധിക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാലം അങ്ങനെ അവിടെ പ്രവർത്തിച്ചു. അപ്പോൾ ദൈവികമായ ചിന്തയിൽ കൂടുതൽ പ്രവർത്തിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ. ഞാൻ എൻ്റെ സഹോദരനോടൊപ്പം അവിടെ ഷാർജ ദേവാലയത്തിൽ പോകാനായിട്ട് തയ്യാറായി. അപ്പോഴേ ഈ ടെക്നിക്കലായിട്ട് ജോലി ചെയ്യുമ്പോൾ എപ്പോഴും ദേവാലയത്തിൽ പോകാൻ സാധിക്കില്ല. അപ്പോഴങ്ങനെ ഞങ്ങൾ പോയി വികാരിയെ കണ്ടപ്പോൾ അച്ഛൻ പിന്നെ പള്ളിയെ നമ്മുടെ നാട്ടിലെവിടെയാണ് എന്നൊക്കെ ചോദിച്ചു. അച്ഛൻ ആ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം ദേവാലയത്തിലൊക്കെ പതിവായിട്ട് വരണം, അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കണം, ദേവാലയത്തിൽ കൂടണം, പ്രാർത്ഥനയുടെ അനുഭവത്തിൽ പോകണം, നമ്മൾ അങ്ങനെയാണല്ലോ ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു, ഞാനും ദേവാലയത്തിൽ നാട്ടിലൊക്കെ ആ ദൈവിക കൃപയിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഞങ്ങളുടെ ഫാമിലിയെല്ലാം അതേ രീതിയിൽ വിശ്വാസത്തിലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവിടുന്ന് മെമ്പർഷിപ്പൊക്കെ തന്നു. അങ്ങനെ മുടങ്ങി പ്രാർത്ഥനയിലൊക്കെ സംബന്ധിക്കാനും ഒക്കെ പോയി. അച്ഛനൊക്കെ ഭവനത്തിൽ വന്നു. അച്ഛൻ പ്രാർത്ഥനയിലൊക്കെ അച്ഛനും വന്ന് പ്രാർത്ഥിക്കാനും
അങ്ങനെ ഞങ്ങൾ ദേവാലയത്തിലൊക്കെ പോകാൻ തുടങ്ങി. ഞാനങ്ങനെ എൻ്റെ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഷിപ്പിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ ആ ഷിപ്പിൻ്റെ സൈഡിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് എങ്ങനെയോ കാൽ വഴി ഞാൻ ഷിപ്പിൻ്റെ സൈഡിലൂടെ കടലിലേക്ക് വീഴുവാനിടയായി. അപ്പോൾ കടലിലേക്ക് വീഴുവാനിടയായപ്പോൾ അവിടെ പരിസരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളുണ്ട്, ലൈഫ് ബോട്ടൊക്കെ ഉണ്ട്, എന്നാലും സുരക്ഷിതമായിട്ടാണ് ചെയ്യുന്നത്. എന്നാലും എങ്ങനെയോ പാവപ്പുഴയിൽ ഞാനിങ്ങനെ വീഴാനിടയായി. വീണപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ അവിടുന്ന് മേളിൽ നിന്ന്, ആ ഷിപ്പിൻ്റെ മേളിൽ നിന്ന് ഒരു റോപ്പ് താഴേക്ക് വീണ് എനിക്കതിൽ കയറി പിടിക്കുവാൻ സാധിച്ചു. ഇല്ല എങ്കിൽ ഞാൻ ആ ഷിപ്പിൻ്റെ അടിയിലേക്ക് കയറി ഞാൻ മരണപ്പെട്ടു പോകുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്നെ ദൈവമാണ് എനിക്ക് അങ്ങനെ ഒരു സഹായം ആ സമയത്ത് തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ അതിശയകരമായിട്ടാണ് എന്നെ അന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. ഞാനങ്ങനെ അതിൽ നിന്ന് പിടിച്ച് കയറുവാനായിട്ട് പിന്നെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം സഹായിച്ചു. അങ്ങനെ ആ ഒരു മരണത്തിൻ്റെ ഇതിൽ നിന്ന് വരെ രക്ഷപ്പെടുവാൻ ദൈവം എന്നെ നടത്തി. അതൊരു വലിയ ദൈവകൃപയായിട്ട് ഞാൻ കരുതുന്നു. കടലിൻ്റെ നടുക്കാണ് ഡ്രില്ലിംഗ് ഫീൽഡ് ഉള്ളത്. അതിൽ നിന്ന് എണ്ണയെടുക്കുന്ന ഒരു വെല്ലാണ്. അതിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നതായിട്ടുണ്ട്. അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ അപകടകരമായ ജോബാണത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് ചെയ്യാൻ സുരക്ഷിത സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് അപാകതകളൊക്കെ വരും. എന്നാലും അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ രക്ഷിച്ച്, അല്ലെന്നൊരിൽ ദൈവം അതിൻ്റെ കൃപയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ നന്മയാണ്. അവിടെ അപകടകരമായ ജോലിയാണ് ചെയ്യുന്നത് ഡ്രില്ലിംഗ് ഫീൽഡിലൊക്കെ. അതിൽ നിന്നൊക്കെ എന്നെ ദൈവം നടത്തി. ഇത്രത്തോളം കൃപയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. അതിൻ്റെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നു എപ്പോഴും നമ്മളിവിടെ പ്രാർത്ഥനയിൽ ജീവിതമെന്ന് പറഞ്ഞാൽ നമ്മൾ ദേവാലയത്തിൽ പോവുകയും ദേവാലയത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അധിഷ്ഠിതമായിട്ട് ദേവാലയത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയിലൊക്കെ എപ്പോഴും അതേ രീതിയിൽ പങ്കെടുത്ത് ഓരോ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഗൾഫിലേക്ക് പോകാനൊക്കെ സാധിച്ചത്. അപ്പോൾ ഗൾഫിൽ ചെന്നിട്ടും നമ്മൾക്കത് ജോലി ചെയ്യുവാനൊക്കെ സാധിക്കുന്നെങ്കിലും പ്രാർത്ഥന കൂട്ടത്തിന് പോകാനും നമ്മുടെ കരോളിന് പോകാനും അച്ഛന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെടുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ കൃപയാണ്. ആർക്കും സാധിക്കാത്ത ഒരു ഇതാണ്. ചില സമയത്തൊക്കെ നമ്മൾ കടലിൽ വർക്ക് ചെയ്യുമ്പോൾ മാസത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും കരയ്ക്ക് വരുന്നത്, അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ ഒക്കെ ആയിരിക്കും നമ്മൾ കടലിൽ നിന്ന് കരയ്ക്ക് വരുന്നത്. അപ്പോഴൊന്നും നമുക്ക് അവിടെ നിന്ന് ദൈവത്തെ വിളിക്കാനോ അല്ലെങ്കിൽ ആരാധനയ്ക്കോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കൊന്നും സാധിക്കില്ല. പക്ഷേ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. നമുക്ക് നമ്മുടെ ബെഡിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ബൈബിൾ കൊണ്ടുപോകാം. അങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ UAE എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ദേവാലയത്തിൽ പോയില്ലെങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥനകൾ ബൈബിൾ വായിച്ച് നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളോടൊപ്പം, ഇപ്പോൾ ക്രിസ്ത്യൻസ് ആവണമെന്നില്ല, മറ്റുള്ളവരുണ്ട് പലരും, അവർ നമ്മോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനും സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടരാണ്. അപ്പോൾ അവരോടൊപ്പം നമ്മൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീക്ക് ഓഫ് വരും, അല്ലെന്നൊരു മന്ത്ലി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഓഫ് വരുന്നത്. മന്ത്ലി ഓഫ് വരുമ്പോൾ അത് നമ്മൾ കരയ്ക്ക് വരുവാണ്. അപ്പോൾ അവരുടെ ഇതിൽ ഷിപ്പിനകത്തോ അല്ലെന്നൊരിൽ ഹെലികോപ്റ്ററിലായിരിക്കും നമ്മൾ കരയ്ക്ക് വരുന്നത്. കരയ്ക്ക് വരുമ്പോൾ നമ്മുടെ ദേവാലയത്തിൽ പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരാഴ്ച അവിടെ അവധിയാണ്. ആ ഒരാഴ്ച അവധി വരുമ്പോൾ നമ്മൾ ദേവാലയത്തിൽ വീണ്ടും പോകും. അച്ഛനെ കാണുകയും പ്രാർത്ഥനയ്ക്കും കുർബാനയ്ക്കും ഒക്കെ പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ മടങ്ങി വീണ്ടും നമ്മുടെ ജോലി സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ പ്രാർത്ഥന അനുഭവം എന്ന് പറയാനായിട്ട്, പ്രാർത്ഥിക്കാൻ ഉള്ള താല്പര്യമുള്ളവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് തന്നെ ബൈബിളും നമുക്കെല്ലാം കൊണ്ടുപോകുന്നുണ്ടല്ലോ. നമുക്ക് അവരെ കൂട്ടിയിരുന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ, ഓയിൽ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഡ്രില്ലിംഗ് ഫീൽഡ്, എണ്ണയെടുക്കുന്ന എണ്ണപ്പാടത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എണ്ണപ്പാടത്തിലായിരിക്കും. അപ്പോൾ അവിടുന്ന് കരയായിട്ടൊന്നും നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഈ 2 മാസം അല്ലെങ്കിൽ 3 മാസം, ഇപ്പോൾ 2 മാസം ജോലി ചെയ്തിട്ട് പിന്നെ ചിലപ്പോൾ ഒരാഴ്ച ലീവായിരിക്കും. അങ്ങനെ വരുമ്പോഴായിരിക്കും നമ്മൾ പിന്നെ കരയ്ക്ക് വന്നിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ദേവാലയത്തിൽ പള്ളിയിലൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ അച്ഛനൊക്കെ വന്ന് ഭവനം നമ്മൾ താമസിക്കുന്നിടത്ത് സന്ദർശിക്കുകയും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഷാർജയിലാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അത് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകനാണ്. അവരവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നു. പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് വിസ എടുത്ത് അവിടെ കൊണ്ടുപോയി ജോലിക്കായിട്ടൊക്കെ ശ്രമിച്ച് ഒക്കെ തന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു 82-ൽ പോയി 85 ഒക്കെ ആവുന്ന സമയത്ത് അവിടെ ഒരു ആക്സിഡൻറ്റ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞങ്ങളിങ്ങനെ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് പുള്ളിയുടെ കാറിനകത്ത് ഞങ്ങൾ 3 പേരാണ്. പുള്ളിയുടെ ജ്യേഷ്ഠൻ്റെ വൈഫ്, ഞാൻ, അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ പോകാനായിട്ട് പുള്ളിയുടെ കാറിനകത്ത് തന്നെ ഇങ്ങനെ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം 1 കിലോമീറ്റർ ഇങ്ങനെ പോകുമ്പോൾ ഒരു റൗണ്ട് അബൌട്ടിൻ്റെ ആ ഭാഗത്ത് ചെല്ലുമ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിലായിട്ടൊരു
ഗ്യാസ് സിലിണ്ടർ കയറ്റി പോകുന്ന ഒരു വാഹനം റൗണ്ട് ബോട്ടിൽ വന്നു. അപ്പോൾ ആ റൗണ്ട് ബോട്ടിൽ വന്ന് ആ വണ്ടി ടേൺ ചെയ്ത് പോകുന്ന സമയത്ത് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനം ആ വണ്ടി പെട്ടെന്ന് മുന്നേ പോയ ഗ്യാസ് സിലിണ്ടർ പോയ വാഹനം പെട്ടെന്ന് നിർത്തി ഞങ്ങളുടെ വാഹനം ചെന്ന് ആ വണ്ടിയിൽ ഇടിച്ച് വണ്ടിയുടെ ഏകദേശം ഒരു പകുതിയോളം തകർന്ന് നാശമായി വണ്ടി, ഞങ്ങൾ പോയ വാഹനം. അപ്പോൾ ആ സിലിണ്ടറോട് കൂടി റോഡിൻ്റെ നടുക്കായിട്ട് അത് വന്ന് നീങ്ങുകയും അവിടെ വന്ന് വണ്ടി നിൽക്കുകയും ഞങ്ങൾ 3 പേരും എന്തോ ദൈവം നടത്തിയതാണെന്ന് തോന്നുന്നു, അതേ രീതിയിൽ യാതൊരു അപകടവും ഇല്ലാതെ കൈയുടെ ഒരു ചെറിയ പോറലൊക്കെ ആയിട്ട് ആ വാഹനം അവിടെ പെട്ടെന്ന് നിർത്തി. ഞങ്ങൾ ഇറങ്ങി അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടെ വന്ന് ഞങ്ങളെ സഹായിച്ചു. ഡോറ് തുറക്കാനൊന്നും പറ്റുന്നില്ല. അവസാനം പോലീസിനെ വിളിച്ചിട്ട് അവർ വന്ന് പിന്നെ വാഹനത്തിൻ്റെ ഡോറൊക്കെ തുറന്ന് ഞങ്ങളെ അങ്ങനെ പുറത്തിറക്കി ഞങ്ങൾ സുരക്ഷിതമായിട്ട് അവിടെ ഇറങ്ങി. യാതൊരുവിധ കൈക്കോ കാലിനോ ഒക്കെ ഒരു ചെറിയ പോറലുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഫ്രണ്ട് സീറ്റിലായിരുന്നു, ഒന്നും സംഭവിച്ചില്ലായിരുന്നു. അവിടെ ദൈവം അവിടുന്ന് ഞങ്ങളെ കരുതിയ ഒരു വലിയ കരുതലാണ് എന്നാണ് ഇന്നും വിശ്വസിക്കുന്നത്. എന്നാൽ ആ വാഹനം പിന്നീട് അവിടുന്ന് പിന്നെ ക്രെയിൻ ഉപയോഗിച്ച് അവിടുന്ന് നീക്കിക്കൊണ്ട് പോകാൻ സാധിച്ചുള്ളൂ. ആ രീതിയിലൊരു അപകടമായിരുന്നു. പക്ഷേ എന്നാൽ ഞങ്ങളുടെ കൂടെ പുള്ളിയുടെ മകന് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഒരു അപകടവും സംഭവിക്കാതെ അത് ദൈവം ഞങ്ങളെ കരുതിയതാണെന്ന ഉള്ള ഒരു വലിയ വിശ്വാസത്തിലാണ് ഞങ്ങളന്ന്. ഞാൻ UAE 15 വർഷം കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ വന്ന് ഏകദേശം ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും വേറൊരു വിസയ്ക്ക് ഇങ്ങനെ ഒമാനിലേക്ക് പോകാൻ ഇടയായി. അങ്ങനെ ഒമാനിൽ ചെന്ന് 1 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് ആത്മീയമായ കാര്യങ്ങളിൽ പോകാനോ അല്ലെന്നൊരു ദേവാലയത്തിൽ പോകുവാനൊന്നും അത്ര നമുക്ക് സൗകര്യമില്ല. കാരണം നമ്മൾ വർക്ക് ഫീൽഡുമായിട്ട് അവിടുന്ന് വളരെ ദൂരത്തിലായിരുന്നു ദേവാലയമൊക്കെ ഉള്ളത്. പക്ഷേ UAE പോലുള്ള അത്ര അടുത്ത് ദേവാലയത്തിൽ പോകാനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല. പിന്നെ പോകുമായിരുന്നു എന്ന് വിചാരിച്ച് എപ്പോഴൊന്നും പോകാൻ പറ്റത്തില്ല. അവിടുന്ന് വളരെ ദൂരമാണ്. നമുക്കത് ഒരു ദിവസം ഒരു 8 മണിക്കൂറൊക്കെ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെയുള്ള ദേവാലയത്തിലൊക്കെ പോകുവാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് അങ്ങനെ അവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല ദേവാലയത്തിലൊന്നും. പക്ഷേ എന്നാലും ആത്മീയമായിട്ട് നമ്മൾ ഭവനത്തിലൊക്കെ പ്രാർത്ഥന കൂട്ടത്തിലൊക്കെ പോകുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെയായിരുന്നു അവിടെ. ഒമാനിൽ പോയി 1 വർഷത്തോളം ഒമാനിലുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും നാട്ടിൽ മടങ്ങി വന്നതിന് ശേഷം വീണ്ടും ഏകദേശം ഒരു 6 മാസം 1 വർഷത്തോളം നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഷാർജയ്ക്ക് വീണ്ടും പോകാനിടയായി. അങ്ങനെ ഷാർജയിൽ ചെന്ന് അത് വേറൊരു ജോബ് വഴിയായിരുന്നു പോയത്. ഇവിടുന്ന് ഒരു ടെസ്റ്റൊക്കെ നടത്തി ഇവിടുന്ന് അങ്ങനെ പോയതായിരുന്നു. നല്ലൊരു ജോബൊക്കെ കിട്ടി. അങ്ങനെയാണ് വീണ്ടും നാട്ടിൽ നിന്ന് പോയത്. അവിടെ ചെന്നപ്പോഴും അവിടെ വീണ്ടും പഴയ കമ്പനിയല്ല, വീണ്ടും ഒരു പുതിയ കമ്പനിയിൽ മറൈൻ കമ്പനിയായിരുന്നു. അത് നല്ലൊരു കമ്പനിയൊക്കെ ആയിരുന്നു, വർക്ക് ചെയ്യാൻ പറ്റി. നല്ല അനുഭവങ്ങളൊക്കെ ആയിരുന്നു. അവിടെ ചെന്നപ്പോഴപ്പോൾ കൂടുതലൊക്കെ ദേവാലയങ്ങളൊക്കെ അപ്പോൾ ഞാൻ ആദ്യം നിന്ന സമയത്തേക്കാൾ കൂടുതൽ അവിടെ ദേവാലയങ്ങളൊക്കെ കൂടുതൽ അവിടെ വന്നു. പ്രാർത്ഥനാ സൗകര്യങ്ങളൊക്കെ കൂടി. ആദ്യ കാലഘട്ടങ്ങളിൽ അത്രയൊന്നും ദേവാലയം ഇല്ലായിരുന്നു. ആദ്യം നമ്മളൊക്കെ ഓർത്തഡോക്സ്, മാർത്തോമ, കത്തോലിക്ക ഇതിൻ്റെ എല്ലാം കൂടി ഞങ്ങൾ ഒരു ദേവാലയത്തിലാണ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ ഈ 15 വർഷം കഴിഞ്ഞ് അതിലൊക്കെ ഒരുപാട് വ്യത്യാസമായി. എല്ലാവർക്കും വേറെ വേറെ ദേവാലയങ്ങളായി. എല്ലാ വിഭാഗങ്ങൾക്കും ആരാധനാ സൗകര്യങ്ങളും ആരാധനാലയങ്ങളും അവിടുത്തെ ഗവൺമെൻറ് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതൊരു വലിയ അനുഗ്രഹമാണ്. എല്ലാ ആരാധനാലയങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ ആദ്യകാലത്തിൽ നിന്ന് വിഭിന്നമായിട്ട് അവിടെ നമുക്ക് എപ്പോൾ പോയാലും ആരാധനയ്ക്ക് പോകാനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പ്രാർത്ഥനയ്ക്ക് പോകാനും എല്ലാത്തിനും കൂടുവാനൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ വളരെ വിപുലമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ വീണ്ടും 10 വർഷത്തോളം അവിടെ വീണ്ടും വർക്ക് ചെയ്തു. അങ്ങനെ ആണ് ഈ ഇടവേള കഴിഞ്ഞ് വീണ്ടും അവിടെ 10 വർഷം ജോലി ചെയ്തിട്ടാണ് പിന്നെ നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. നാട്ടിൽ മടങ്ങി വന്നതിന് ശേഷം ഇപ്പോൾ 10 വർഷത്തോളമായി. 10 വർഷം കഴിഞ്ഞു ഞാൻ നാട്ടിൽ മടങ്ങി വന്നിട്ട്. അങ്ങനെ പിന്നെ ഫാമിലിയോടൊപ്പം ജീവിക്കുന്നു. എനിക്കൊരു മകനും മകളും ഉണ്ട്. മകളുടെ വിവാഹം കഴിഞ്ഞു. അവർ മകളും കുഞ്ഞുങ്ങളും ആയിട്ട് ബഹറിനിൽ വർക്ക് ചെയ്യുന്നു. മകനുണ്ട്, മകൻ്റെ വിവാഹം കഴിഞ്ഞില്ല. മകനും വിദേശത്ത് തന്നെ ബഹറിനിൽ വർക്ക് ചെയ്യുന്നു. ഫാമിലി ഇവിടെ ഉണ്ട്. വൈഫ് ബഹറിനിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10 വർഷമായിട്ട് ഞാൻ നാട്ടിലുണ്ട്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഇപ്പോഴേ. മക്കളെല്ലാം വെളിയിൽ ബഹറിനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവർ ലീവിനിടയ്ക്ക് വരും. കുഞ്ഞുങ്ങളൊക്കെ സന്തോഷമായിരിക്കുന്നു.
പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യന് പലർക്കും പല രീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ചിന്താഗതി പ്രവാസ ജീവിതം, പ്രവാസിയാണ് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇഷ്ടംപോലെ പണം ഉണ്ടാക്കാം, സുഖജീവിതമാണ് എന്നൊക്കെയുള്ള ധാരണയുണ്ട്. പക്ഷേ എന്നാൽ അതൊക്കെ ഒരു വെറും 2% മാത്രമേ സുഖജീവിതമായിട്ട് നയിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഒരുവിധം ഒരു 60-70% ആൾക്കാർ വളരെ നന്നായിട്ട് കഷ്ടപ്പെടുന്നവരാണ്, വളരെ പ്രയാസത്തിലാണ് അവിടെ ജീവിക്കുന്നത്. അതേസമയം നല്ല ജീവിതം, നല്ല സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല. നല്ല എഡ്യൂക്കേഷനും അതുപോലുള്ള ജോലിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല ജീവിതമായിരിക്കും അവിടെ കിട്ടുന്നത്. അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഒരുവിധം മെച്ചപ്പെട്ട ശമ്പളവും ജീവിത സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ സാധാരണക്കാരനായ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ക്യാമ്പുകളിലൊക്കെ വളരെ കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, നമ്മുടെ ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ജീവിതം ഇപ്പം നമുക്ക് എല്ലാം തുലനം ചെയ്ത് നോക്കുമ്പോൾ വളരെ പ്രയാസത്തിലായിരിക്കുന്ന മലയാളികൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടാണെങ്കിലും അവിടെ ചെന്ന് ധാരാളം പണം ഉണ്ടാക്കിയൊക്കെ സുഖിക്കുന്നു എന്നൊരു ധാരണ തെറ്റാണ്. ഇല്ലെന്നല്ല, ഒരു 10-20% പണം ഉണ്ടാക്കി ജീവിക്കുന്നവരുണ്ട്. നഷ്ടം പോലെ പണം അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല. നാട്ടിലൊക്കെ ധാരാളം പണം ഉണ്ടാക്കിയവരുണ്ട്. പക്ഷേ എല്ലാവരും ആ രീതിയിൽ വരുന്നില്ല. കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവിൽ നാട്ടിലൊരു ധാരണ, ഗൾഫിൽ ചെന്നാൽ എല്ലാവരും പണം ഉണ്ടാക്കാം, ഇഷ്ടം പോലെ കാശ് കിട്ടും. പക്ഷേ ആ ധാരണ തീർത്തും ശരിയല്ല. ഒരുവിധം പണം ഉണ്ടാക്കുന്നവരുണ്ട്, അത് നശിപ്പിക്കാതൊക്കെ സൂക്ഷിച്ച് വളരെ കഷ്ടപ്പെട്ട് നാട്ടിലയച്ച് അതൊക്കെ സേവ് ചെയ്ത് ജീവിക്കുന്നവർക്കൊക്കെ ജീവിതം പച്ചപിടിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ നശിപ്പിച്ച് കളയുന്നവരൊക്കെ, ആഡംബരം കാണിക്കുന്നവർക്കൊന്നും ജീവിച്ച് പോകാനായിട്ടൊക്കെ വലിയ പാടാണ്. അങ്ങനെയാണ്. പിന്നെ നാട്ടിലെ പ്രാരാബ്ധം കൊണ്ടാണല്ലോ നമ്മൾ ഗൾഫിൽ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നാട്ടിൽ വന്നു, ഒരു ഭവനമൊക്കെ വെച്ചു, കുഞ്ഞുങ്ങളെയൊക്കെ വിവാഹം കഴിപ്പിച്ചൊക്കെ അയക്കുമ്പോഴത്തേക്ക് അവൻ്റെ സാമ്പത്തികമൊക്കെ തീർന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ധാരാളം ഇവിടെ നാട്ടിലുണ്ട്. എൻ്റെ കുടുംബം എല്ലാം മാർത്തോമാ സഭ വിശ്വാസികളാണ് എല്ലാവരും. എൻ്റെ അപ്പച്ചനും അമ്മയും ഒക്കെ മാർത്തോമാ സഭയിൽ വിശ്വസിക്കുന്നവരും പള്ളിയായിട്ടൊക്കെ ആത്മീയമായിട്ടൊക്കെ വളരെ അടുത്ത് ജീവിക്കുന്നവരാണ്. അവരോടൊപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ അതുപോലെ അവർക്ക് വളർത്തുവാൻ സാധിച്ചു. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അതുപോലെ തന്നെ മാർത്തോമായിലെ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ആ ആത്മീയതയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോഴും. അതിന് തടസ്സങ്ങളൊന്നുമില്ല. ദൈവം നമ്മളെ അതുകൊണ്ട് മോശമായിട്ടല്ല, എല്ലാം നടത്തുന്നത് നന്നായിട്ട് തന്നെ നടത്തുന്നത് ദൈവം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ദേവാലയത്തിലെ ശുശ്രൂഷകൾക്കൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. കാരണം നമ്മൾ ഗൾഫ് നാട്ടിലൊക്കെ പ്രവർത്തിച്ചതിനേക്കാൾ നമ്മുടെ നാട്ടിൽ ദേവാലയത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ ചുമതലകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇടവകയിലെ ട്രസ്റ്റിയും സെക്രട്ടറി ആയിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്യാനായിട്ടൊക്കെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ കൂട്ടത്തിനൊക്കെ പോകുവാനും പ്രാർത്ഥനാ കൂട്ടത്തിലൊക്കെ പങ്കെടുക്കുവാനൊക്കെ വളരെ ആത്മീയമായിട്ട് ജീവിക്കുവാനൊക്കെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം എൻ്റെ കുടുംബവും അതുപോലെ വളരെ ആത്മീയമായിട്ട്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും അതുപോലെയാണ് ആത്മീയമായ രീതിയിൽ ആണ് വളർത്തിയിരിക്കുന്നത്. അവരും വിദേശത്തൊക്കെ പോകുവാനൊക്കെ ദൈവം സഹായിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു വലിയ കരുണയാണ്. അതിനായിട്ട് ദൈവം നമ്മളെയൊക്കെ ശക്തീകരിച്ചു, ബലപ്പെടുത്തി. അങ്ങനെയാണ് അതിന് നന്ദി പറയുന്നത് ദൈവത്തോട്. ഞാൻ പ്രവാസിയായിട്ട് അവിടെ ചെല്ലുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിട്ടൊക്കെ തോന്നും. കാരണം ആദ്യമായിട്ടൊരു പുതുതായിട്ടൊരു അറബ് നാട്ടിലേക്ക് ഭാഷയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അങ്ങനെ ബന്ധങ്ങളൊന്നും ഇല്ലാതെയാണല്ലോ നമ്മൾ ഗൾഫിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഒരു ചെറിയ പേടിയും ഭയമൊക്കെ ഉണ്ട്. എന്നാലും സഹോദരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു താങ്ങും തണലും ഉണ്ടെന്നൊരു വിശ്വാസമുണ്ട്. എന്നാൽ തന്നെ നമ്മളവിടെ ഒരു അന്യതാബോധമുണ്ട്. നമുക്കൊരു ജോലി കിട്ടണം, ജോലിക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ കമ്പനിയിൽ നല്ല ജോലി കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു പേടിയും ഒരു ആദ്യം ഒക്കെ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതുമായിട്ടൊക്കെ അങ്ങോട്ട് ഒത്തുചേർന്ന് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് ദൈവികമായിട്ട് ചിന്തയിലേക്ക് നമ്മൾ പോകാനായിട്ട് തുടങ്ങുമ്പോൾ അപ്പം സഹോദരനൊക്കെ പറയും, ദൈവിക ചിന്തയിൽ നമുക്ക് പള്ളിയിലൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രയാസങ്ങളൊക്കെ മാറി കിട്ടും. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ദേവാലയത്തിലൂടെ പോവുകയും പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ദൈവം നല്ല ജോലിയൊക്കെ ചെയ്യുവാനും ഇത്രയൊക്കെ ദൈവം നടത്തി കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.